ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു റെസിപ്പി നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്ത് തരാണ്. തക്കാളി ദോശയാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് 3 തക്കാളി എടുക്കുക. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി. പിന്നെ നിങ്ങൾക്ക് പച്ചമുളക്. അപ്പോൾ എരിവിന് ഇവിടെ ഞാൻ മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്, പച്ചമുളക് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുളക് പൊടി ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ എരിവ് എത്ര വേണോ അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, പക്ഷെ ഞാനിവിടെ പച്ചമുളകിന് പകരം മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് തക്കാളിയും ഇഞ്ചിയും അതേപോലെ തന്നെ മുളക് പൊടിയും പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടിയും ചേർത്ത് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കും. ഒരു നല്ല പ്യൂരിയാക്കി എടുക്കും. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യം ചെയ്യുന്നത്. നമ്മൾ മുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഒരു ടീസ്പൂൺ, എത്ര എരിവ് വേണോ അതിനനുസരിച്ച് നമുക്ക് ചേർക്കാം. 1-1.5 ഒക്കെ ചേർക്കാം. പിന്നെ അതുപോലെ കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ തക്കാളിക്ക് നന്നായിട്ട് പ്യൂരിയാക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ഇതിലേക്ക് നമ്മൾ 2-3 ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് നമുക്ക് ദോശ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഒരു ബൗളിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുക. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1/2 കപ്പ് അരിപ്പൊടിയാണ്. അതേപോലെ തന്നെ 1/2 കപ്പ് റവ. അരിപ്പൊടി 1/2 കപ്പ്, 1/2 കപ്പ് റവ. ഓക്കെ, രണ്ടും 1/2 കപ്പ് വീതം എടുക്കുക. അത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം, ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. ഒപ്പം 1 ടീസ്പൂൺ
ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. അതായത് 1 ടീസ്പൂൺ ആണെങ്കിൽ 1.5 ടീസ്പൂൺ. അതായത് നമ്മുടെ മാവിന് ഒരു ഉപ്പ് എത്ര വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഓക്കെ. അപ്പോൾ ഇതാ നമ്മൾ അരിപ്പൊടിയും റവയും മിക്സിയിൽ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വല്ലാണ്ട് ലൂസാവരുതും അതുപോലെ തന്നെ വല്ലാണ്ട് തിക്കാവാനും പാടില്ല. ഒരു സെമി കൺസിസ്റ്റൻസി ആയിട്ട് നിർത്താം. ഓക്കെ. ഞങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി ഇത്തിരി വലിയ ജാർ എടുക്കുകയാണെങ്കിൽ എല്ലാം ഒന്നിച്ചത് ആദ്യം ഒന്ന് തക്കാളി പ്യൂരി ആക്കിയതിന് ശേഷം അതിലേക്ക് തന്നെ പൊടി ചേർത്തിട്ട്, അതായത് അരിപ്പൊടിയും റവയും ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അത് കുറച്ചുകൂടി നല്ലതാണ്. പിന്നെ അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിലും ഒന്നും കൂടിയും നമുക്കിത് ഇപ്പോൾ 2 ബാച്ചായിട്ട് അരച്ചെടുത്തത് ഒന്നും കൂടിയും നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അരച്ചെടുത്താലും നല്ലതാണ്. ഓക്കെ. അപ്പോൾ ഞാനങ്ങനെ ചെയ്യാറുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില അരിഞ്ഞോ അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കൈ കൊണ്ട് നുള്ളി ഇട്ടാലും മതി. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിയില ആയാലും കുഴപ്പമില്ല. മല്ലിയില അല്ലെങ്കിൽ കറിവേപ്പില തന്നെ ചേർത്ത് കൊടുക്കണേ. പിന്നെ ഞങ്ങൾക്ക് ഉള്ളിയൊക്കെ ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉള്ളി, തക്കാളി നമ്മൾ പ്യൂരി ആക്കിയ സമയത്ത് അതിൽ വേണമെങ്കിൽ ഒരു ഉള്ളി ചേർത്തിട്ട് നരച്ചെടുക്കാം. അതല്ല എങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കറിവേപ്പില ചേർക്കുന്ന പോലെ നമുക്ക് ഉള്ളി ഒന്ന് അരിഞ്ഞ്, അതായത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ മാവിലേക്ക് ചേർത്ത് കൊടുത്താൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇനി വേറൊന്നുമില്ല. നമ്മൾ പാൻ വയ്ക്കുക, അതിൽ കുറച്ച് ഓയിൽ, നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഓയിൽ പുരട്ടേണ്ട കാര്യമില്ല. എൻ്റെ ഇത്തിരി പഴയൊരു നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കുന്നത്. പിന്നെ നമ്മളൊരു തവി മാവ് ഒഴിച്ച് ഇങ്ങനെ വല്ലാണ്ട് പരത്തേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് പരത്തിയാൽ മതി. ഓക്കെ. അങ്ങനെ നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പരത്തി കൊണ്ടുവരില്ല, അതുപോലെ ആക്കണമെന്നില്ല. ഒരു തവി മാവ് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് 2 സൈഡും എന്ത് ചെയ്യുക, നന്നായിട്ട് മുരിച്ചെടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഓയിൽ മീതെ ഒഴിച്ചു കൊടുക്കുക. ഓയിലോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ എണ്ണയോ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ തക്കാളി ദോശ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റി ദോശയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതായത് അറിയാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു റെസിപ്പി ഷെയർ ചെയ്ത് തന്നു. ഞാനിത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്സൊക്കെ എഴുതി അറിയിക്കുക. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. ഓക്കെ. എന്നാലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. സോ വേറൊന്നുമില്ല. അപ്പം നമുക്കിനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞാനിതിൻ്റെ കൂടെ ഒരു കോക്കനട്ട് ചട്നി ചുമ്മാ
വറുത്തിടാത്തൊരു ചട്നിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി ചമ്മന്തിയോ എന്തൊക്കെയാണ് ചേർക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.